ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം, 5 മണിയായിട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു, ഇതാ പല്ലേക്കൽ കഴിഞ്ഞു. ഇനി കുളിക്കണം. ഇന്നിപ്പോൾ തിരുവോണമല്ലേ, അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീച്ച് കുളിക്കാറുണ്ട് കേട്ടോ. രാവിലെ 5 മണിയാകുമ്പോൾ എണീക്കും. എന്നിട്ട് കുറച്ച് നേരം ഭക്തിയാനൊക്കെ കേട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അടുക്കളയിൽ കയറുമ്പോൾ 6 മണിയാവും കേട്ടോ. ഇന്നിപ്പോൾ പൂക്കളൊക്കെ ഒന്ന് ചെറിയ വട്ടത്തിൽ ഒരു പൂക്കളൊക്കെ ഇടണമെന്നുണ്ട്. അപ്പോൾ കുടിയെല്ലാം കഴിഞ്ഞു. ഇനി വീടൊക്കെ ഒന്ന് അടിച്ചു വാരണം. അടിച്ചു വാരി കഴിഞ്ഞു. ഇനി നമുക്ക് വീടെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി, പിന്നെ ചെറിയൊരു വട്ടത്തിൽ കേട്ടോ, കുറച്ച് ശംഖുപുഷ്പവും പിന്നെ ഇവിടെ ഒരു ആമ്പലുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. ആമ്പലും പറിച്ച് ചെറിയൊരു വട്ടത്തിൽ ഒരു പൂക്കളിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഇടില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ഇടണം ഒരു മനസ്സിലെന്തോ ഇടാമെന്നുണ്ട്. ആന വരുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ പോകുന്നുണ്ടപ്പോൾ വണ്ടി പോകുന്നുണ്ടപ്പോൾ പഴമുള്ള ദിവസം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഒന്ന് പഴമൊന്നും ഇല്ല. അപ്പോൾ അതാ നോക്കുന്നത്. ഭയങ്കര സ്നേഹമാണ്. ഇവിടെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തുമ്പി കൈയിനോട് കാട്ടും കേട്ടോ. ചില സമയം എൻ്റെ കയ്യിലുണ്ടാവുന്നത് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇത് ഉപ്പുമാവാണ്, കട്ടൻ കാപ്പി ഉപ്പുമാവ്. അത് കഴിച്ച ശേഷം നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കണം. ചോറ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സദ്യയൊന്നും ഇല്ല, പരിപ്പ് കൂട്ടാനും അച്ചാറും, വേറെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പരിപ്പ് കൂട്ടാനൊക്കെ ആയി. ഇനി നമുക്ക് പോയിട്ട് സാരി കൊടുക്കണം. എനിക്ക് ഇന്ന് ഈ പ്രാവശ്യം വിചാരിക്കാനുള്ളൊരു കടയിൽ നിന്ന് ഒരു ചേച്ചി തന്നതാണ് കേട്ടോ. ആ ചേച്ചി ഈ പ്രാവശ്യം വിചാരിച്ചാൽ ഓണക്കോടി കിട്ടുമെന്ന്. അത് കുറേ കാലമായിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓണക്കോടി കിട്ടി. അടിപൊളി സാരിയല്ലേ. അടിപൊളിയാകാത്തത് ഞാനാണ് സത്യം പറഞ്ഞാൽ. സാരിയൊക്കെ കുഴപ്പമില്ല, നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാരി. ഇന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വെച്ച്, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വെച്ചു എവിടെയെങ്കിലും പോയിട്ട്. അപ്പോൾ ഇന്ന് എടുക്കാനൊന്നും പറ്റിയില്ല. ഇവിടെ ആനകൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് റോഡിൽ കയറി നിന്നേ. അപ്പോൾ അവർക്ക് നല്ല പരിചയമാണ് എന്നെ. ആനക്കായാലും അതെ, പാപ്പാനായാലും അതെ. അപ്പോൾ അവർ പറഞ്ഞ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് ചില സമയമൊക്കെ കേട്ടോ, വീഡിയോ ഒക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിൽ തൃപ്തിപ്പെട്ടു. അപ്പോൾ ഇന്ന് എവിടെയും പോയിരുന്നില്ല, വീട്ടിനുള്ളിൽ തന്നെ ഓണക്കോടി കൊടുത്ത് ഓണം ആഘോഷിച്ചു കേട്ടോ. നിങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചില്ലേ. എൻ്റെ ഓണമൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ. നമുക്ക് ഇനി അടുത്ത ഓണത്തിന് എന്തൊക്കെ എങ്ങനെയൊക്കെയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കേ.